ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന്, അവനെ അനുസരിക്കുന്നവന് നിത്യജീവനകത്ത് വന്നിരിക്കുക. ഈ നിത്യജീവനകത്ത് വസിക്കുന്ന ഒരുവനെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയാൻ കഴിയത്തുള്ളൂ. യേശു എന്റെ നല്ല യജമാനന, എന്റെ കർത്താവാണെന്ന് ഒരുവന് വാ കൊണ്ട് പറയണമെങ്കിൽ അവന്റെ അകത്ത് നിത്യജീവൻ ഉണ്ടെങ്കിലേ പറ്റൂ. അകത്ത് ഈ നിത്യജീവൻ വസിക്കാത്തവന് യേശു പറയുന്നത് സംശയദൃഷ്ടിയോടെ നോക്കത്തുള്ളൂ. അവൻ യേശു പറയുന്നത് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കത്തില്ല. അവർ പറയും നാം പാതി ദൈവം പാതി. ദൈവം അങ്ങനെയൊക്കെ പറയും, അത് പാതി കേട്ടാ മതി, പാതി നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ പോകണമെന്ന് അവന്റെ പക്ഷം. എന്നാൽ നിത്യജീവൻ ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ, അവൻ താൻ പാതി ദൈവം പാതി എന്നല്ല, ദൈവമാ മുഴുവനും എന്നുള്ള തിരിച്ചറിവിലേക്ക് അവൻ കടന്നു വരും. അവൻ ദൈവം പറയുന്നതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തോ ചിന്തിക്കത്തില്ല. കണ്ണടച്ച് ദൈവവചനത്തെ അവൻ അംഗീകരിക്കും, വിശ്വസിക്കും. നാം പോകേണ്ടുന്ന വഴികളെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് വ്യക്തമായി ദൈവവചനത്തിൽ അവൻ അരുളപ്പാട് അറിയിച്ചിട്ടുണ്ട്. വചനം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവന്റെ ഉള്ളിൽ നിത്യജീവൻ വെളിപ്പെടുവാനിടയാകും.